ACL സർജറി എന്ന് പറയുന്നത് വെറും ചീള കേസാണ്. സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളത്. ഇപ്പൊ ഈ ഒരു സീനിയർ ഇന്ത്യൻ ടീമിൽ വർഷങ്ങളോളം കളിച്ച വ്യക്തിയാണ്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, 2005 ACL സർജറി, അതായത് ലിഗമെന്റ് ഇഞ്ചേർഡായി ACL സർജറി എനിക്ക് ചെയ്യുന്നത്. 21 വർഷം കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ കോയമ്പത്തൂർ ഡേവിഡ് രാജന്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. കാരണം ഒരു പ്ലെയറിനെ അറിയുള്ളൂ ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കുന്നത്. കാര്യം ഇനി വെറും പാഴാണ്, ഇനി അവനെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, ജോലി കിട്ടിയല്ലോ, ഇനി ഗവൺമെന്റിന്റെ പുട്ടടിച്ച് വെറുതെ വീട്ടിൽ ഇരുന്നാൽ മതി, കളിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെയാണ് ഇത്തരത്തിൽ നമുക്ക് എന്നും കുത്തുവാക്കുകളാണ്. ആരും പറയുന്നത് കേട്ട് നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. മറ്റൊരാൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. എടാ, നിനക്ക് ലിഗമെന്റ് ഇഞ്ചുറിയാണ്, ഇനി നീ സർജറി ചെയ്യണം. സർജറി കഴിഞ്ഞാൽ പിന്നെ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, നീ വെറും പാഴാണ്. ഇനി ബെഞ്ചിന്റെ ഏതെങ്കിലും ഒരറ്റത്തിരിക്കുക, മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് കളി കാണുക. അതല്ലാതെ ഇനി ഭാവിയിലേക്ക് കളിക്കാനൊന്നും നോക്കണം. പഴയ പോലെ നിനക്ക് കളിക്കാനൊന്നും പറ്റില്ല. ഇത്തരത്തിൽ കേട്ടിട്ടുള്ളവരാണോ നിങ്ങൾ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ ലിഗമെന്റ് ഇഞ്ചുറി ആയി സർജറി ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് ഇനി സർജറി ചെയ്താൽ എൻ്റെ ജീവിതം എന്തായി തീരും, സർജറി ചെയ്താൽ എനിക്ക് പഴയ പോലെ കളിക്കാനായിട്ട് പറ്റുമോ, സർജറി ചെയ്താൽ എനിക്ക് റിക്കവർ ആവാനായിട്ട് പറ്റുമോ, സർജറി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പഴയ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ? നിങ്ങളൊരു സ്പോർട്സുകാരനാണെങ്കിലും ഒരു സാധാരണക്കാരനാണെങ്കിലും ഇത്തരത്തിൽ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വിജോ ഫിറ്റ്നസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ നമ്മൾ ലോ ബാക്ക് പെയിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്ക് ബൾജും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും റിക്കവറിയും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം. ആ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കാണാം. ഇന്നത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്കും കൊടുത്തിരിക്കും. നിർബന്ധമായിട്ടും അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കൂടെ കാണുക. ആ വീഡിയോയ്ക്ക് ശേഷമാണ് അതിൻ്റെ ഒരു ചെറിയൊരു 3 മിനിറ്റുള്ള ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഈ ഡിസ്ക് പ്രശ്നങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള ബാക്ക് ഇഞ്ചുറി കൊണ്ടും ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന്. ആ ഒരു വീഡിയോയ്ക്ക് ശേഷം എൻ്റെ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ റീഹാബിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം പറഞ്ഞാൽ തീരില്ല, അത്രയും പേരുണ്ട്. ദുബായിൽ നമ്മളുടെ വിജോ ഫിറ്റ്നസ് കരാമയിലുള്ള നമ്മുടെ ജിമ്മിൽ ഇഞ്ചുറി റീഹാബിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോഴാണ് പല ആൾക്കാരും പറഞ്ഞത്, ബ്രോ നിങ്ങളൊരു നീ ഇഞ്ചുറിയെ കുറിച്ചും കൂടെ, പ്രത്യേകിച്ച് ACL ലിഗമെന്റ് ഇഞ്ചുറിയെ കുറിച്ചും കൂടെ ഒന്ന് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഈ നടുവേദനയായിട്ട് വന്ന പല ആൾക്കാർക്കും ഈ പ്രശ്നങ്ങൾ നേരിടുന്നത്. അപ്പോൾ ബാക്ക് പെയിൻ്റെ വീഡിയോയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ നടുവേദനയെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ തന്നെ. ഇന്നത്തെ ഈ ACL സർജറിയുടെ കാര്യത്തിലും ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം തന്നെയാണ് പറയുന്നത്. കാരണം ഇന്നത്തെ വീഡിയോയുടെ തംബ്നെയിലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ബാസ്കറ്റ് ബോൾ ഡങ്കി എന്നൊരു പടം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ സ്ക്രീനിലും അത് കൊടുക്കാം, നിങ്ങൾക്കത് കാണാൻ മനസ്സിലാവും. ഇത് എൻ്റെ ACL സർജറിക്ക് ശേഷം ഞാൻ ജമ്പ് ചെയ്യുന്ന ഒരു ഫോട്ടോയാണ്. അതിൻ്റെ വീഡിയോ കൂടെ ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ACL സർജറി കഴിഞ്ഞാൽ ഒരാൾക്ക് തിരിച്ചയാളുടെ ഗെയിമിലേക്ക് വരാനായിട്ട് സാധിക്കുമോ, അയാളുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളത്. ഇപ്പം ഈ ഒരു ബാസ്കറ്റ് ബോൾ ഞാൻ ഡങ്ക് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ACL സർജറി കഴിഞ്ഞ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റീഹാബും കഴിഞ്ഞ് തിരിച്ചു വന്ന് കേരള ടീമിൽ വർഷങ്ങളോളം കളിക്കുകയും കേരള ടീമിൻ്റെ ക്യാപ്റ്റനാവുകയും കേരള സീനിയർ സ്റ്റേറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാവുകയും അതുപോലെ തന്നെ ജൂനിയർ ഇന്ത്യൻ ടീമിലും അണ്ടർ 21 ഇന്ത്യൻ ടീമിലും സീനിയർ ഇന്ത്യൻ ടീമിലും വർഷങ്ങളോളം കളിച്ചൊരു വ്യക്തിയാണ്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം, 2005 ACL സർജറി, അതായത് ലിഗമെന്റ് ഇഞ്ചേർഡായി ACL സർജറി എനിക്ക് ചെയ്യുന്നത്. 21 വർഷം കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനി സർജറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാകാൻ പോകുന്ന വേറെ ഏറ്റവും വലിയൊരു മാറ്റം ഞാൻ പറഞ്ഞു. എൻ്റെ ACL സർജറി കഴിഞ്ഞതിന് ശേഷം 6 മാസത്തെ എൻ്റെ റിക്കവറി ടൈമിൽ എൻ്റെ ഒരുപാട് ബാസ്കറ്റ് ബോൾ സുഹൃത്തുക്കളുണ്ട്. എൻ്റെ സമയത്ത് കളിച്ചുകൊണ്ടിരുന്ന സുഹൃത്തുക്കളോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, പലപ്പോഴും പല ആൾക്കാർ എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, വിജോബി എടാ നീ പഴയതിനേക്കാളും ജമ്പ് ചെയ്യുന്നുണ്ടല്ലോ, നീ പഴയതിനേക്കാളും നല്ല സ്പീഡിൽ ഓടുന്നുണ്ടല്ലോ, പഴയതിനേക്കാളും നിന്റെ ഗെയിം ഇമ്പ്രൂവ് ആയിട്ടുണ്ടല്ലോ. അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്താണെന്ന് അറിയാം, നമ്മളുടെ ഒരു ഇഞ്ചുറി ഉണ്ടാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സർജറിക്ക് മുമ്പായിട്ട് ഞാൻ പോയി ചെറിയ രീതിയിലൊക്കെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യും, നമ്മളുടെ ജമ്പ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും.
ഇതല്ലാതെ നമ്മളൊരു സയൻറ്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ആ ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും വർക്കൗട്ട് ചെയ്യുന്നില്ല. സർജറിക്ക് ശേഷം ഗെയിമിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് കറക്റ്റായിട്ടുള്ള സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്ങും ഗെയിം ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യാൻ തുടങ്ങിയത് ആക്ച്വലി സർജറി കഴിഞ്ഞതിന് ശേഷമാണ്. അതുകൊണ്ട് എൻ്റെ സർജറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്പീഡ് കൂടിയതും എൻ്റെ ജമ്പ് കൂടിയതും അല്ലെങ്കിൽ എൻ്റെ ഗെയിമിൻ്റെ മൊത്തത്തിലുള്ള ചേഞ്ച് ഉണ്ടായത് ശരിക്കും എൻ്റെ സർജറിക്ക് ശേഷമാണ്. എൻ്റെ ഏത് ബാസ്കറ്റ്ബോൾ സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്കിയാലും അത് അവർ തന്നെ നിങ്ങളോട് പറയും. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, എൻ്റെ ACL സർജറി കഴിഞ്ഞത് 2005-ലാണ്. നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് വിജോബി വക്കച്ചൻ ബാസ്കറ്റ്ബോൾ പ്ലെയർ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഗെയിമിൽ ഞാൻ ബെസ്റ്റ് പ്ലെയർ ആയിട്ടുണ്ട്, എവിടെയൊക്കെ ഞാൻ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആയിട്ടുണ്ട്, എവിടെയൊക്കെ ഞാൻ ടോപ്പ് സ്കോറർ ആയിട്ടുണ്ട്, ഇതൊക്കെ ഏത് വർഷമാണെന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത് വെറുതെയാണോ, കാരണം എൻ്റെ സർജറിക്ക് ശേഷമുള്ള വർഷങ്ങളായിരിക്കും ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാവർക്കും സാധിക്കും. ഇന്ന് എനിക്ക് നല്ല രീതിയിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനൊരു ഫിറ്റ്നസ് കോച്ചാണ്, ഒരു മെൻസ് ഫിസിക് കോമ്പറ്റീറ്ററാണ്. അതുപോലെ തന്നെ വല്ലപ്പോഴും സമയം കിട്ടുക ബാസ്കറ്റ്ബോൾ കളിക്കുന്നുണ്ട്, എനിക്ക് ചാടാൻ പറ്റുന്നുണ്ട്, എനിക്ക് സ്പ്രിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. പകുതി കൂടുതൽ ആൾക്കാർ നിങ്ങളെ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ACL സർജറി എന്ന് പറയുന്നത് ഒരു ചീള് കേസാണ്. ഞാൻ 21 വർഷം മുമ്പാണ് ഈ സർജറി ചെയ്തത്. ഇന്ന് എത്രത്തോളം പുതിയ ടെക്നോളജീസും പുതിയ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ സർജറിയെ പറ്റി ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലിഗമെന്റ് ഇഞ്ചുറി മൂലം നിങ്ങൾ സർജറി ചെയ്യണോ വേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം 1-2 ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, ഒരു ഡോക്ടറെ അടുത്ത് നിന്നപ്പോഴത്തേക്ക് അയാൾ ചാടി കയറി സർജറി ചെയ്യാൻ പറഞ്ഞു, വേറൊരു ഡോക്ടറെ അടുത്ത് നിന്നപ്പോൾ അയാൾ നമ്മളുടെ അടുത്ത് വേറെ തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് പറഞ്ഞത്. ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഞാനും 2-3 ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി ഒപ്പീനിയൻ എടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ACL സർജറി ചെയ്തത് കോയമ്പത്തൂർ G. കുപ്പുസ്വാമി നായിഡു ഹോസ്പിറ്റലിൽ ഡോക്ടർ ഡേവിഡ് രാജൻ്റെ അടുത്താണ് ഞാൻ ചെയ്തത്. ഇന്ന് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കോയമ്പത്തൂർ ക്ലിനിക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇന്ത്യയിൽ ഒരുപാട് അത്ലറ്റ്സ് ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ അടുത്ത് സർജറി ചെയ്ത് തിരിച്ച് ഗെയിമിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അത് പുള്ളി അത്രയും ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സ്പോർട്സ് മെഡിസിൻ സർജനാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലും ഒരുപാട് ആളുകളുണ്ട്. ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ച് ഗെയിമിലേക്ക് വരാനായിട്ട് അവരെ സഹായിക്കുന്ന ഡോക്ടർ എന്ന് പറയുന്നത് നമ്മൾ അവരെ കാണുന്നത് ദൈവതുല്യമായിട്ടാണ്. ഞാൻ ജൂനിയർ ഇന്ത്യൻ ടീമിൽ കളിച്ച് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സീനിയർ ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി അണിയാന്നുള്ളതാണ്. ജൂനിയർ ഇന്ത്യൻ ടീമിൽ കളിച്ച് കഴിഞ്ഞ് ജോലിക്ക് കയറി അതേ വർഷം തന്നെയാണ് എനിക്ക് എൻ്റെ നീ ഇഞ്ചുറി ഉണ്ടാകുന്നത്. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കോയമ്പത്തൂർ ഡേവിഡ് രാജൻ്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. കാരണം ഒരു പ്ലെയറിനെ അറിയുള്ളൂ ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. കാരണം തിരിച്ചെങ്ങനെ ഗെയിമിലേക്ക് വരും, ആരും ഇല്ല സപ്പോർട്ട് ചെയ്യാനായിട്ട്. പല സ്ഥലത്തും നമുക്ക് കുത്തുവാക്കുകൾ മാത്രമേ ഉള്ളൂ. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, നീ ഇഞ്ചുറി ആയി, ഇനി വെറും പാഴാണ്, ഇനി അവനെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ജോലി കിട്ടിയല്ലോ, ഇനി ഗവൺമെൻറ്റിൻ്റെ പുട്ടടിച്ച് വെറുതെ വീട്ടിൽ ഇരുന്നാൽ മതി, കളിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെയാണ്, ഇത്തരത്തിൽ നമുക്ക് എന്നും കുത്തുവാക്കുകളാണ്. അന്ന് ഞാനും എൻ്റെ കൂടെ തന്നെ സർജറി ചെയ്ത കബഡി പ്ലെയർ അനിലും ഞങ്ങൾ വെളുപ്പിന് 4 മണിക്കൊക്കെ എഴുന്നേറ്റിട്ടാണ് ഞങ്ങൾ റീഹാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശംഖുമുഖത്ത് ബീച്ചിൽ പോയി സാൻഡിൽ റണ്ണിങ്ങും സ്റ്റെപ്സ് ഉണ്ട് അവിടെ, അത് ചെയ്യാനും സെൻട്രൽ സ്റ്റേഡിയത്തിലുള്ള ഗ്രാസിൽ ഒക്കെ ജോഗ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് ഹാർഡ് വർക്ക് തിരിച്ച് ഗെയിമിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? തിരിച്ച് നമുക്ക് പ്രൂവ് ചെയ്യണം, നീ വെറും പാഴാണ്, നിന്നിനി ഒന്നിനും കൊള്ളില്ല, ബെഞ്ചിൻ്റെ ഒരു മൂലയിൽ ഇരുന്നാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ തിരിച്ച് കളിച്ച് കാണിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഏറ്റവും വലിയൊരു റീസൺ, ഈ ലോവർ ബാക്ക് ഇഞ്ചുറിയുടെ വീഡിയോ ഞാൻ ചെയ്തതിന് ശേഷം ഒരുപാട് പ്ലെയേഴ്സ് ചേട്ടാ സർജറി കഴിഞ്ഞിരിക്കുകയാണ്, തിരിച്ച് ഗെയിമിലേക്ക് വരാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ട്, ഞാൻ സർജറി ചെയ്യണോ, ഇത്തരത്തിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്കൊരു മെഡിക്കൽ അഡ്വൈസ് തരാനായിട്ട് ഞാനൊരു ഡോക്ടറല്ല, ഞാനതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് മെഡിസിൻ കഴിഞ്ഞ ഒരു ഡോക്ടറെ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ ഇനി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനോ നോക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചാലും അവരും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് തരും. ഡോക്ടറെ കാണാൻ ഇന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്, ചിലപ്പം MRI ചെയ്യണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. ഞാനൊരു ഫിറ്റ്നസ് കോച്ചാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സർജറി കഴിഞ്ഞ ഒരാളെ അയാളുടെ റിക്കവറി ടൈം കഴിഞ്ഞ് അയാളുടെ റീഹാബ് കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം മൂവ്മെൻറ്റ് റീഹാബിന് വേണ്ടി, അതായത് ജിമ്മിൽ വന്ന് സ്ട്രെങ്തനിങ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവർ വരുന്ന
എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പം എനിക്ക് ഷോൾഡർ കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്തവരുണ്ട്, ഹിപ്പ് റീപ്ലേസ് ചെയ്തവരുണ്ട്, നീ റീപ്ലേസ് ചെയ്തവരുണ്ട്, ലിഗമെന്റ് ഇഞ്ചുറി കഴിഞ്ഞ് ഒരുപാട് ക്ലയൻസിന് ഞാൻ ഓൺലൈനും ഓഫ്ലൈനായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജിമ്മിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ഡിസൈൻ ചെയ്യുക, കറക്റ്റായിട്ടുള്ള അവരുടെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്ങിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ഫിറ്റ്നസ് കോച്ചിൻ്റെ കടമ, ഒരിക്കലും ഒരു മെഡിക്കൽ അഡ്വൈസ് തരലല്ല. ഒരുപാട് ആളുകൾ MRIയും അതുപോലെ തന്നെ എക്സ്റേ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ട് ഇത് എന്താണെന്ന് നോക്കാൻ പോകും എന്നൊക്കെ ചോദിക്കും. പലപ്പോഴും നമ്മൾ നമ്മുടെ തന്നെ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ടാണ് അവർക്കൊരു മറുപടി കൊടുക്കുക, അല്ലാതെ ഇത് നോക്കി അതിൻ്റെ ഒരു പ്രതിവിധി പറയാൻ പറ്റുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ACL സർജറി എന്ന് പറയുന്നത് വെറും ചീള കേസാണ്. തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും, നിങ്ങളൊരു കായിക താരമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗെയിം എന്തും ആയിക്കോട്ടെ തിരിച്ച് അതിലേക്ക് വരാനും നിങ്ങൾക്ക് ഈസി ആയിട്ട് സാധിക്കും. അതിന് നിങ്ങൾക്ക് നല്ല ഡെഡിക്കേഷൻ വേണം. ആരും പറയുന്നത് കേട്ട് നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. മറ്റൊരാൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. എത്ര വട്ടം തോൽപ്പിക്കും? നമ്മൾ തോക്കാൻ നിന്ന് കൊടുക്കാതെ ഒരാൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, ഇഞ്ചുറി എന്ന് പറയുന്നത് ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഏത് കായിക താരത്തിനോട് വേണമെങ്കിലും ചോദിച്ചു, എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറികൾ അവിടെ ഇവിടെ വരാത്ത ആൾക്കാരില്ല. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പ്ലെയേഴ്സിന് സ്പോൺസർഷിപ്പ് ഉണ്ടാവില്ല, നല്ലൊരു ഇൻഷുറൻസ് ഉണ്ടാവില്ല, അവർക്ക് ഈ സർജറി ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ. ഇതാണ് പലപ്പോഴും സംഭവിക്കുക. അപ്പോൾ സർജറി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ടും, ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടൊക്കെ ഗെയിമിലേക്ക് തിരിച്ചു വരാൻ പറ്റാതെ പോയിട്ടുള്ള ഒരുപാട് ആളുകളാണ്. അതല്ലാതെ ഒരിക്കലും നിങ്ങൾ സർജറിയെ പേടിക്കേണ്ട കാര്യമില്ല. തിരിച്ച് നിങ്ങൾക്ക് ഗെയിമിലേക്ക് വരാനായിട്ട് സാധിക്കും. പിന്നെ കഴിവതും നിങ്ങളൊരു ഇഞ്ചുറി ഉണ്ടായി കഴിയുമ്പോൾ ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരോട്, നാട്ടുകാരോടൊക്കെ ചോദിച്ച് 1000 അഭിപ്രായം എടുത്തിട്ട് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യും, ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യും, ആയുർവേദത്തിൽ അതുണ്ട്, ഹോമിയോയിൽ ഇതുണ്ട്, അല്ലെങ്കിൽ മറ്റേ മരുന്നിൽ ഇതുണ്ട്, ഈ മരുന്നിൽ ഇതുണ്ട്, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ മതി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും പല വഴിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാനുണ്ടാവും. ഇതെൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. അതിന് പകരം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കാണുക, കാര്യങ്ങൾ കറക്റ്റായിട്ട് സംസാരിക്കുക, അവർ കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ ഇഞ്ചുറിയെ പറ്റിയിട്ടോ കാര്യങ്ങളെ പറ്റിയിട്ടോ നിങ്ങളുടെ വെറും ഫ്രണ്ട്സിനോടോ കൂട്ടുകാരോടോ ആരോടും പോയി ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവർക്ക് നിങ്ങൾക്ക് ഇതിന് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് തരാൻ പറ്റില്ല. പലർക്കും സർജറി എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും അത് ചെയ്യത്തുമില്ല. അത് നമ്മളെ വലിയ പ്രശ്നത്തിൽ കൊണ്ട് കലാശം. തിരിച്ചു ചിലപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും റിക്കവർ ആവാൻ പറ്റാത്ത രീതിയിലൊക്കെ എന്ത് ചെയ്യും, ഈ ഇഞ്ചുറി ലീഡ് ചെയ്ത് പോകും. ചെറിയ മൈനറായിട്ടുള്ള ഇഞ്ചുറി ആയിരിക്കും. അത് വെച്ചിട്ട് പലപ്പോഴും കളിക്കും. പിന്നെ അതെന്ത് ചെയ്യും, അതൊരു മേജർ ഇഞ്ചുറിയിലേക്ക് പോകും. പിന്നെ സർജറി പോയി കലാശം. അതുകൊണ്ട് ഇഞ്ചുറി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് റിക്കവറിക്ക് ടൈം കൊടുക്കുക, കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, സർജറി ചെയ്യേണ്ടതാണെങ്കിൽ സർജറി ചെയ്യുക, തിരിച്ചു വരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും സർജറി ചെയ്യാൻ വേണ്ടിയിരിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യുക, ഒരു പ്രോബ്ലം ഇല്ല. കൃത്യമായിട്ട് സമയമെടുത്ത് ക്ഷമ വേണം. എനിക്കൊരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ കാര്യം. എനിക്ക് നാളെ തന്നെ കളിക്കാൻ പോകാൻ പറ്റില്ല, എനിക്കൊരു ഇഞ്ചുറി ഉണ്ട്, ഞാൻ അതിൽ നിന്ന് റിക്കവർ ആവണം, അതിന് കുറച്ച് സമയമെടുക്കും, എനിക്ക് റീഹാബ് ചെയ്യണം, തിരിച്ചെനിക്ക് ഗെയിമിലേക്ക് വരാൻ പറ്റും. ഇത് നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒത്തിരി പേര് ഇതിനെപ്പറ്റി സങ്കടം അനുഭവിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓരോ കായിക താരങ്ങളും തിരിച്ചവരുടെ ഗെയിമിലേക്ക് വരട്ടെ, ജീവിതത്തിൽ അവർ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു കായിക താരം പോലും ഇഞ്ചുറി ആയിട്ട് തിരിച്ച് ഗെയിമിലേക്ക് വരാൻ പറ്റുമോ, അല്ലെങ്കിൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇതോടുകൂടി എൻ്റെ കരിയർ ഇവിടെ അവസാനിക്കുമോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിനു വേണ്ടി പേടിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. അതുകൊണ്ട് ഇതോർത്ത് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. എല്ലാ കായിക താരങ്ങളും അവരുടെ ഇഞ്ചുറികളെല്ലാം ഓവർകം ചെയ്ത് തിരിച്ച് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഗെയിമിലേക്ക് തിരിച്ചു വരട്ടെ. ഇനി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും നിങ്ങളും ഈ പറയുന്നത് പോലെ ഇതിനെ ഓർത്ത് പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, റിക്കവർ ആവുക, റീഹാബ് ചെയ്യുക, സ്ട്രെങ്തനിങ് ചെയ്യുക, നിങ്ങളുടെ ഡെയിലി ലൈഫിലേക്ക് തിരിച്ചു വരിക. എല്ലാവർക്കും അത് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മവിശ്വാസം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം കൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ വേദന അനുഭവിച്ചിരിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വരും ദിവസങ്ങളിൽ ഏത് തരത്തിലുള്ള വീഡിയോ വേണമെന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഈറ്റ് ഹെൽത്തി, സ്ലീപ് വെൽ, സ്റ്റേ ലീൻ ആൻഡ് ട്രെയിൻ സേഫ്.